കടുവയുടെ കാവൽ. അഞ്ജുവിന്റെ അതിജീവന പോരാട്ടം. ചാപ്റ്റർ 1. വനത്തിന്റെ ഹൃദയത്തിൽ. അഞ്ജു, അവളുടെ മിഴിവേറിയ കണ്ണുകളിൽ കാടിന്റെ നിഗൂഢതയും നിശ്ചയദാർഢ്യവും നിറഞ്ഞു നിൽക്കുന്നു. നേർത്ത പരുത്തിവസ്ത്രം ദേഹത്ത് ചുറ്റി, തലമുടി മരച്ചില്ലകളിൽ തട്ടി നിൽക്കാത്ത വിധം കെട്ടിവെച്ചിരുന്നു. അവൾ അതിരാവിലെ ഇലകൾക്കിടയിലൂടെ അരിച്ചെത്തുന്ന സൂര്യരശ്മികൾ താളത്തിൽ നീന്തുന്ന കൊടുംവനത്തിലൂടെ ഒറ്റയ്ക്ക് നടന്നു നീങ്ങി. ഓരോ ചുവടിലും വള്ളിച്ചെടികൾ കാലിൽ ചുറ്റി, നനഞ്ഞ മണ്ണ് കാൽപാദങ്ങളിൽ തണുപ്പ് പടർത്തി. പതിവായി വേരുകൾ നിറഞ്ഞ പാതയിലൂടെയാണ് അവൾ കാടിന്റെ ആഴങ്ങളിലേക്ക് നീങ്ങിയത്. അവിടെയാണ് അവൾ ഔഷധസസ്യങ്ങൾ ശേഖരിക്കുന്നത്. ഇന്ന് പക്ഷേ കാടിനൊരു പതിവില്ലാത്ത നിശ്ശബ്ദതയായിരുന്നു. പക്ഷികളുടെ കളകൂജനങ്ങൾ കേൾക്കാനില്ല, അരുവികളുടെ നേർത്ത ഒച്ച പോലുമില്ല. പെട്ടെന്ന് ദൂരെ നിന്നൊരു ഭീകരമായ അലർച്ച കാടിനെ പിടിച്ചുകുലുക്കി. അഞ്ജുവിന്റെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. അവളുടെ മുഖത്ത് ഭയം നിഴലിച്ചു. എങ്കിലും അവൾ ചുറ്റും നോക്കി മുന്നോട്ട് നടന്നു. ചാപ്റ്റർ 2. അപ്രതീക്ഷിത കണ്ടുമുട്ടൽ. അഞ്ജു മെല്ലെ കാടിന്റെ ഉൾഭാഗത്തേക്ക് നടന്നു. ഓരോ മരത്തിനു പിന്നിലും ഓരോ പാറയുടെ മറവിലും അവൾ കണ്ണുകൾ പായിച്ചു. അവളുടെ കാതുകൾ കാടിന്റെ നിശ്ശബ്ദതയിൽ ഏറ്റവും നേർത്ത ശബ്ദങ്ങൾക്കായി കാതോർത്തു. പെട്ടെന്ന് ഒരു വലിയ പുളിമരത്തിന്റെ ചുവട്ടിൽ അവൾ ഒരു വലിയ കടുവയെ കണ്ടു. കടുവയുടെ ദേഹത്ത് ആഴത്തിലുള്ള ഒരു മുറിവുണ്ടായിരുന്നു.